എപ്പിസോഡിന്റെ തുടക്കത്തിൽ ലൂക്കസിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ഡയമണ്ടുകൾ മോഷ്ടിച്ചതിനെ തുടർന്ന് ജയിലിലായ ലൂക്കസിനെ പോലീസുകാർ ചേർന്ന് തല്ലി ലൂക്കസിന്റെ മുഖം മറച്ച് ജയിലിലെ ലോണ്ടറി ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ലൂക്കസിന്റെ മുഖത്ത് മൂടിയത് മാറ്റുമ്പോൾ ലൂക്കസ് കാണുന്നത് മിസ്റ്റർ റാബിറ്റിനെയാണ്. നീയും ആനയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അല്ലേ? നിന്നെ ഞാൻ എന്റെ കൂടപ്പിറപ്പിനെ പോലെയല്ലേ കണ്ടത്? എന്റെ മകളിപ്പോ എവിടെയാണ് എന്ന് റാബിറ്റ് ലൂക്കസിനോട് ചോദിക്കുമ്പോൾ എനിക്ക് അവൾ എവിടെയാണെന്ന് അറിയില്ല. ലൂക്കസിന്റെ മറുപടി കേൾക്കുന്ന റാബിറ്റ്, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? ഇനിയുള്ള ഓരോ ദിവസവും നിനക്കിവിടെ നരകമായിരിക്കും എന്ന് പറഞ്ഞ് റാബിറ്റ് അവിടെ നിന്ന് പോകാൻ എഴുന്നേൽക്കുമ്പോൾ അവിടെയുള്ള ആൽബിനോ എന്നു പേരുള്ള കൊടും കുറ്റവാളി വന്ന് ലൂക്കസിനെ തലങ്ങും വിലങ്ങും അടിക്കുന്നു. ഇത് കണ്ട റാബിറ്റ് ആൽബിനോയുടെ അടുത്ത് ദിവസവും അവനിത് കൊടുക്കണം. ഇത് കേൾക്കുന്ന ആൽബിനോ ലൂക്കസിന് ഒരു ചവിട്ട് കൊടുത്ത് അവശനാക്കുന്നു. ഇത് കണ്ട് റാബിറ്റ് അവിടെ നിന്നും പോകുന്നു. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ബാൻഷിയിലേക്ക് പുതുതായി ഒരാൾ വരുന്നതാണ് കാണിക്കുന്നത്. ബസ്സിൽ നിന്നും ഇറങ്ങി ഒരു സിഗരറ്റ് വലിച്ചുകൊണ്ട് അയാൾ നിൽക്കുമ്പോഴാണ് നമ്മുടെ ലൂക്കസിനെ അയാൾ കാണുന്നത്. ലൂക്കസിനെ കണ്ടതും അയാൾ ഇതെന്ത് കോപ്പ്, ഇവനെന്താ ഇവിടെ പോലീസ് യൂണിഫോം ഒക്കെ ഇട്ടേക്കുന്നേ എന്ന് പറയുന്നു. ആ സീൻ കട്ട് ചെയ്ത് സ്റ്റേഷനാണ് കാണിക്കുന്നത്. ഷെരീഫ്, ഇവിടെ ഒരാളെ പബ്ലിക് ന്യൂസൻസിന് പിടിച്ചിട്ടുണ്ട്. അയാൾക്ക് ഷെരീഫിനെ അറിയാന്നാ പറയണേ, ഒന്ന് ഇങ്ങോട്ട് വരാവോ എന്ന് ബ്രോക്ക് ലൂക്കസിനോട് പറയുന്നു. വിവരമറിഞ്ഞ് ഉടനെ സ്റ്റേഷനിലേക്ക് പോയി ആരാകും അത് എന്ന് നോക്കുകയാണ് ലൂക്കസ്. എന്താ ഷെരീഫെ, എന്നെ മറന്നോ എന്ന് ചോദിച്ചിട്ട് അയാൾ ലൂക്കസിനെ നോക്കി ചിരിക്കുന്നു. അയാളെ കണ്ടതിന്റെ ഞെട്ടലിൽ നിൽക്കുകയാണ് ലൂക്കസ്. അത് കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആൽബിനോയുടെ ഉപദ്രവം കാരണം ജയിലിലെ മെഡിക്കൽ ഏരിയയിൽ കിടക്കുകയാണ് ലൂക്കസ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരാൾ കടന്നു വന്ന്, നീയാള് കൊള്ളാലോടാ, വന്ന് കേറിയപ്പോഴേ ആൽബിനോയുടെ നോട്ടപ്പുള്ളിയായില്ലേ നീ? ഇവിടെയും സോൾട്ടറി സെല്ലിൽ മാത്രമേ രക്ഷയുള്ളൂ മോനെ നിനക്ക് ഇവിടെ. എന്റെ പേര് വിക്സ് എന്ന, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് വിക്സ് ലൂക്കസിനോട് പറഞ്ഞ് ലൂക്കസിന് വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. അടുത്ത സീനിൽ ഇപ്പോഴത്തെ ലൂക്കസിനെ കാണിക്കുന്നു. സ്റ്റേഷനിൽ നിന്നും വിക്സിനെ ഇറക്കിയിട്ട് അയാൾക്ക് താമസിക്കാൻ ലൂക്കസ് ഒരു മോട്ടൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴാണ് വിക്സ് ലൂക്കസിനോട്, എനിക്ക് കുറച്ച് പൈസ വേണം എന്ന് ലൂക്കസിന്റെ അടുത്ത് വിക്സ് പറയുമ്പോൾ നമുക്കതിനെപ്പറ്റി നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് ലൂക്കസ് അവിടെ നിന്നും പോകുന്നു. അവിടെ നിന്ന് വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോകുന്നു. ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിയ ലൂക്കസിന്റെ അടുത്തേക്ക് വിക്സ് വരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ടോ? തിരിച്ച് മെഡിക്കൽ വാർഡിലോട്ട് തന്നെ പോകാനുള്ളതല്ലേ? തനിക്ക് എന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? തനിക്ക് അടി കൊള്ളാതിരിക്കാനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും അടിച്ചിട്ട് സോൾട്ടറി സെല്ലിൽ പോയി കിടന്നാൽ മതി. ഇല്ലെങ്കിൽ ആൽബിനോട് പോയി സംസാരിച്ച് ഒരു ധാരണയിലെത്തണം എന്ന് വിക്സ് ലൂക്കസിനോട് പറഞ്ഞ് ആൽബിനോയുടെ ഗ്യാങ്ങിലുള്ള ഒരാളെ കാണിച്ചു കൊടുക്കുന്നു. ലൂക്കസ് അങ്ങോട്ട് ചെന്ന് അയാളോട് തനിക്ക് ആൽബിനോനെ ഒന്ന് കാണണം എന്ന് പറയുന്നു. അങ്ങനെ അയാൾ ലൂക്കസിനെ ആൽബിനോയുടെ അടുത്ത് കൊണ്ടുപോകുന്നു. നീ എന്താടാ ഇവിടെ? എനിക്കെന്തായാലും ഇന്നൊരു മൂടില്ല നിന്നെ അടിക്കാൻ. നാളെ ഞാൻ വന്ന് നിന്നെ കണ്ടോളാം. ആൽബിന്, തനിക്ക് ഞാൻ എന്റെ കയ്യിലുള്ള എല്ലാ പണവും തരാം. നമ്മൾ തമ്മിൽ ഇനിയൊരു പ്രശ്നം ഉണ്ടാവരുത്. നീ എന്നെ കളിയാക്കുവാണോ? ഞാൻ റാബിറ്റിന് വാക്ക് കൊടുത്തതാ. ആൽബിന് ഒരാൾക്ക് വാക്ക് കൊടുത്താൽ അത് മാറ്റത്തില്ല മോനെ എന്ന് ആൽബിനോ ലൂക്കസിന്റെ അടുത്ത് പറഞ്ഞ് ലൂക്കസിനെ അവിടെ നിന്നും പിടിച്ചു കൊണ്ടുപോകാൻ പറയുന്നു. അവിടെ നിന്നും തിരിച്ചു പോകുന്ന ലൂക്കസിന്റെ അടുത്ത് ആൽബിനോ, എടാ മോനെ, നാളെ നിന്റെ ഒരു കൈവെട്ടി റാബിറ്റിനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ആൽബിനോ ലൂക്കസിനോട് പറയുന്നു. അങ്ങനെ അവിടെ നിന്നും പുറത്തിറങ്ങിയ ലൂക്കസ് തന്റെ കയ്യിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ഒരു സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ആൽബിനോയുടെ ഗ്യാങ്ങിലുള്ള ഒരാളുടെ മുഖത്തു കുത്തുന്നു. അതിനുശേഷം ലൂക്കസിനെ പോലീസുകാർ ചേർന്ന് പിടിച്ച് സോൾട്ടറി സെല്ലിൽ 30 ദിവസത്തെ കാലയളവിൽ അടയ്ക്കുന്നു. ആൽബിനോയുടെ അടുത്തു നിന്നും രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ ചിരിക്കുകയാണ് ലൂക്കസ്. അവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ വിക്സിന് പോകാനുള്ള വണ്ടി ലൂക്കസ് അറേഞ്ച് ചെയ്ത് വിക്സ് ചോദിച്ച പണവും നൽകി വിക്സിന്റെ അടുത്ത് ഇനി തിരിച്ചിങ്ങോട്ട് വരരുത് എന്ന് പറഞ്ഞ് യാത്ര അയക്കുന്നു. അവിടുന്ന് ഇറങ്ങിയ വിക്സ് നേരെ ചെല്ലുന്നത് ബാൻഷിയിലെ കസീനോയിലോട്ടാണ്. ആ പണം അവിടെ മുഴുവൻ നഷ്ടപ്പെടുത്തുന്നു. എന്നിട്ട് അവിടെ ഒരു വഴക്കുണ്ടാക്കുന്നു. അതിനെ തുടർന്ന് കസീനോയിലെ സെക്യൂരിറ്റികൾ ചേർന്ന് വിക്സിനെ അവിടെ പിടിച്ചു വെക്കുന്നു. വിവരമറിഞ്ഞ് ലൂക്കസ് അങ്ങോട്ടേക്ക് ചെന്ന് വിക്സിനെ വീണ്ടും വിളിച്ചുകൊണ്ട് വരുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് ഷുഗറിന്റെ ബാറിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിക്സിനെ കാണിക്കുന്നു. കുറ്റവാളികളുടെ സ്വർഗമാണല്ലോടോ ഈ നാട് എന്ന് വിക്സ് ഷുഗറിന്റെ അടുത്ത് പറഞ്ഞ് ഭക്ഷണം കഴിക്കുമ്പോഴാണ് ലൂക്കസ് വന്ന്, നിന്റെ അടുത്ത് ഞാൻ ഇനി ഇങ്ങോട്ട് വരരുതെന്നല്ലേ പറഞ്ഞത് എന്ന് ലൂക്കസ് വിക്സിന്റെ അടുത്ത് പറയുമ്പോൾ, ഞാൻ കാണിച്ചത് തെണ്ടിത്തരമാണെന്ന് എനിക്കറിയാടാ, പക്ഷേ നിന്റെ കാര്യം ഞാൻ ആരോടും പറയാതിരിക്കണമെങ്കിൽ എനിക്ക് ഇനിയും കുറച്ച് പൈസ നീ തരേണ്ടി വരും. ഇത് പറയുന്ന വിക്സിനെ ലൂക്കസ് ഒന്ന് നോക്കുന്നു.
അവിടുന്ന് സീൻ കട്ട് ചെയ്ത് ലൂക്കസിന്റെ ഫ്ലാഷ് ബാക്കിലേക്ക് വീണ്ടും പോകുന്നു. സോൾട്ടറി സെല്ലിലായ ലൂക്കസ് അവിടെ വെച്ച് പഴയതുപോലെ തന്റെ ശരീരം ട്രെയിൻ ചെയ്ത് എടുക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ലൂക്കസിന്റെ സോൾട്ടറി സെല്ലിലുള്ള തടവ് കഴിഞ്ഞ് ലൂക്കസ് പുറത്തിറങ്ങുന്നു. ഇത് അറിഞ്ഞ് ആൽബിനോ ലൂക്കസിന്റെ അടുത്ത് വരുന്നു. നീ അന്ന് കുത്തിയത് എന്റെ ചെറുക്കനെയാണ് എന്ന് പറഞ്ഞ് ലൂക്കസിനെ അകത്തോട്ട് പിടിച്ചുകൊണ്ടുവരാൻ ആൽബിനോ പറയുന്നു. അങ്ങനെ ആൽബിനോയുടെ ആൾക്കാർ ലൂക്കസിനെ പിടിച്ചുകൊണ്ടുവരുന്നു. അകത്ത് കയറിയ ലൂക്കസിനെയും ആൽബിനോവിനെയും നോക്കി നിൽക്കുകയാണ് ആ ജയിലിലുള്ള എല്ലാവരും. ആൽബിനോ ലൂക്കസിന്റെ കഴുത്തിൽ ഒരു ഷേവിംഗ് ബ്ലേഡ് ചേർത്ത് പിടിച്ചിട്ട് നിന്നെ ഞാൻ ഇന്ന് കഴുത്തുറത്തങ്ങ് കൊല്ലാൻ പോകുക എന്ന് പറയുന്ന ആൽബിനോവിന്റെ കയ്യിൽ നിന്നും ആ ഷേവിംഗ് ബ്ലേഡ് ലൂക്കസ് തട്ടിപ്പറിച്ച് ലൂക്കസും ആൽബിനോയും തമ്മിൽ ഒരു മൃഗീയമായ ഫൈറ്റ് ജയിലിന്റെ ഒറ്റ മധ്യത്തിൽ നടക്കുന്നു. കുറച്ചു നേരത്തെ മൽപിടുത്തത്തിനു ശേഷം ലൂക്കസ് ആൽബിനോയുടെ കഴുത്തു ഞെരിച്ച് കൊല്ലുന്നു. അതിനുശേഷം തന്റെ ദേഷ്യം തീരാൻ വേണ്ടി എന്നിട്ട് ആൽബിനോവിന്റെ ഗ്യാങ്ങിൽ ഉള്ളവരോട് ലൂക്കസ് നമ്മൾ തമ്മിൽ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഇല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ജയിലിലുള്ള ബാക്കി എല്ലാവരും. ഈ കാരണം കൊണ്ടാണ് വെറുമൊരു മോഷ്ടാവായ നമ്മുടെ ലൂക്കസ് 15 വർഷം ജയിലിൽ കിടന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ആ ഫ്ലാഷ് ബാക്ക് അവിടെ കട്ട് ചെയ്ത് ഷുഗറും ലൂക്കസും ഒരു വള്ളത്തിലിരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. വിക്സിനെ പോലെയുള്ള കുറെ പേരെ എനിക്കറിയാം. അവർ സ്വയം നശിക്കുന്നതിന്റെ ഒപ്പം കൂടെ നിൽക്കുന്നവരെ നശിപ്പിക്കും. തനിക്കിതൊക്കെ എങ്ങനെ അറിയാൻ കളവാ? നീ എന്താ എന്നെ കുറിച്ച് വിചാരിച്ചേ എന്നും പറഞ്ഞ് ഒരു ബിയറും കുടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും തിരിച്ച് കരയിലേക്ക് തുഴഞ്ഞു പോകുന്നു. അപ്പോഴാണ് നമുക്ക് ഷുഗറും ലൂക്കസും ചേർന്ന് വിക്സിനെ കൊന്ന് പുഴയിൽ താക്കാനാണ് അവർ വള്ളത്തിൽ വന്നതെന്ന് മനസ്സിലാകുന്നത്. എന്താ അല്ലേ, എങ്ങനെ നടന്ന മനുഷ്യനാ ഷുഗർ? ആ സീൻ കട്ട് ചെയ്ത് തന്റെ കാറിലിരുന്ന് റാബിറ്റിനെ വിളിക്കുന്ന ക്യാരിയാണ് കാണിക്കുന്നത്. നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അവനെ നിങ്ങളുടെ അടുത്ത് എത്തിക്കാം. എപ്പോൾ? ഈ ആഴ്ചയുടെ അവസാനം എന്ന് പറഞ്ഞ് ക്യാരി കോൾ കട്ട് ചെയ്യുന്നു. ഇത് കേൾക്കുന്ന റാബിറ്റ് അവൾ അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നിരിക്കും എന്ന് പറയുന്നു. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുമ്പോൾ ക്യാരി ലൂക്കസിനെ ചതിച്ച് റാബിറ്റിന്റെ കയ്യിൽ കൊടുക്കുമോ? വിക്സിനെ പോലെ ആരൊക്കെയാകും ഇനി ബാൻഷിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. Left my baby crying, said you can't live that way. Left my baby crying, said you can't live that way. I told her love ain't chained down, it just comes and drifts away. Yeah. Saw the sun in the distance, looked like a burning coin. Saw the sun in the distance, looked like a burning coin. Lord, I don't need no preacher, just that dust roll to join. Now I'm rolling through the valley, wind hums through my head. Yeah, I'm rolling through the valley, wind hums through my head. You can't tell my woman I'm gone, and I ain't coming back.